പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ. എന്ന ശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. ഈ എല്ലാ മേജർ ട്രാൻസിഷനിലെയും നല്ല അംശങ്ങൾ ചേർത്തെടുത്തത് കൊണ്ട് പെന്തിക്കോസ്തുകാരെന്ന് പറയുന്നത് ഒരു ഉപദേശമില്ലാത്ത ഗ്രൂപ്പൊന്നും അല്ല. അങ്ങനെ ആരും ചിന്തിക്കണ്ട. പെന്തിക്കോസ്തുകാർക്ക് ആകെ ഉള്ളത് അന്യഭാഷ മാത്രമാണെന്നുള്ള നിലയിൽ ആളുകൾ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. പെന്തിക്കോസ്തുകാരും അങ്ങനെ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതാണ് ഇന്ന് വാസ്തവത്തിൽ ഈ ക്ലാസ്സിനകത്ത് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം. മറ്റുള്ളവരുടെ ചേഞ്ചിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് പെന്തിക്കോസ്തുകാരൻ്റെ ചേഞ്ചാണ്. അല്ലാതെ മറ്റുള്ളവരിപ്പോൾ നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ട്. പക്ഷേ പെന്തിക്കോസ്തുകാരൻ തന്നെ അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാലോ, നമുക്കെന്തോ ബ്രദറെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ശക്തമായ ഒരു ഉപദേശമുണ്ട് പെന്തിക്കോസ്ത് സഭകൾക്ക്. അത് പക്ഷേ എന്താണെന്നുള്ളത് നല്ലൊരു ശതമാനം ആളുകൾക്കും അൽമായർക്ക് മാത്രമല്ല സഭാ നേതാക്കന്മാർക്ക് പോലും എന്താണ് പെന്തിക്കോസ്തിൻ്റെ ഉപദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ലെന്നുള്ളത് വേറൊരു കാര്യമാണ്. ഉപദേശമുണ്ട്, പക്ഷേ ആ ഉപദേശത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അജ്ഞരാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. നമ്മുടെ മുൻഗാമികളായ റിഫോമിസ്റ്റ് ഗ്രൂപ്പുകളുടെയും റിവൈവലിസ്റ്റുകളുടെയും സെപ്പറേറ്റിസ്റ്റുകളുടെയും ഫണ്ടമെന്റലിസ്റ്റുകളുടെയും ഹോളിനെസ് മൂവ്മെന്റിൻ്റെയും എല്ലാവരുടെയും അതിൻ്റെ എല്ലാ മഹിമകളോടും കൂടെ പരിശുദ്ധാത്മ വരങ്ങളുടെ പ്രകാശനങ്ങളോടെ ചേർക്കുന്നതാണ് പെന്തിക്കോസ്ത് ഉപദേശം. ബാക്കിയുള്ള എല്ലാ സഭയുടെ മേജർ ട്രാൻസിഷനിലെ എല്ലാ നല്ല അംശങ്ങളും അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ അഡീഷണലായിട്ട് കിട്ടി. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുടെ പ്രകാശനങ്ങളും കൂടെ നമുക്ക് അഡീഷണലായിട്ട് കിട്ടി. എന്നാൽ അന്നും ഇന്നും ഉപദേശങ്ങളെ വലിയ ഗൗരവമായി എടുക്കാത്ത ഡിസിഡന്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പശ്ചാത്തലത്തിലുള്ളവർ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭകൾ രൂപീകരിച്ചിട്ടുള്ള ഡിസിഡന്റ് ഗ്രൂപ്പുകൾ അതിന്നും ഉണ്ട്, അന്നും ഉണ്ട്. ഡിസിഡന്റ് ഗ്രൂപ്പുകൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ എന്തെങ്കിലും അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറി മാറി പോകുന്നവരുണ്ട്. പക്ഷേ മിക്കവാറും എല്ലാ പെന്തിക്കോസ്ത് സഭകളും ഒരേ ഉപദേശത്തെ തന്നെയാണ് സ്വീകരിച്ചത്. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് the Pentecostal churches, they followed a single doctrine line. വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത പെന്തിക്കോസ്ത് ഉപദേശം. ഇപ്പം അവർ ഒരുപക്ഷെ പല പല സംഘങ്ങളുണ്ടായിരിക്കാം, അസംബ്ലീസ് ഒക്കെ ഉണ്ടായിരിക്കാം, ചർച്ച പോലെ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ IPC ഉണ്ടായിരിക്കാം, ഓൾ കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ടായിരിക്കാം. പക്ഷേ മെയിൻ ലൈൻ ചർച്ചസ് എല്ലാം എന്ത് ചെയ്തു? ഉപദേശപരമായി ഒരേ ഉപദേശത്തെ തന്നെ പിന്തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഉള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം. അതുകൊണ്ട് ഈ മെയിൻ ലൈൻ പെന്തിക്കോസ്ത് ഘടകങ്ങൾ, വി കോൾ ദം ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റൽസ്. ഈ മെയിൻ ലൈനിലുള്ള പ്രധാനപ്പെട്ട പെന്തിക്കോസ്ത് സംഘടനകൾ വെറും അന്യഭാഷ പറയുന്നവർ മാത്രമല്ലെന്നും ഒരു ബൈബിൾ ബേസ്ഡ് മെയിൻ ലൈൻ ചർച്ച് തന്നെയാണെന്നും മറ്റുള്ളവർ പോലും പിന്നീട് ക്രമേണ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. കാര്യം നമുക്ക് അടിസ്ഥാനപരമായി മെയിൻ ലൈൻ ചർച്ചസിൻ്റെ തിയോളജിയോട് ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. ഉപദേശങ്ങളോട് മെയിൻ ലൈൻ ഇപ്പം ട്രിനിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി വേദപുസ്തകത്തിൻ്റെ ഒരു ഉപദേശങ്ങളോടും മെയിൻ ലൈൻ ചർച്ചസിൻ്റെ ഉപദേശങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അതിൻ്റെ വിശകലനത്തിൽ ചിലപ്പം വ്യത്യാസങ്ങളുണ്ടായാലും നമ്മൾ പെന്തിക്കോസ്ത് ഒരു കൾട്ട് ഗ്രൂപ്പൊന്നുമല്ല. യഹോവ സാക്ഷികൾ പറയുന്നത് പോലെ യഹോവ വലിയ ആളാണെന്ന് പറയുന്നത് പോലെ നമ്മളാരും പരിശുദ്ധാത്മാവ് മാത്രമാണ് വലിയ ആളെന്ന് പറയുന്നില്ലല്ലോ. അതായത് അടിസ്ഥാനപരമായ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളിൽ പെന്തിക്കോസ്ത് സഭകൾക്ക് മെയിൻ ലൈൻ ചർച്ചസിൻ്റെ തിയോളജിയോട് അടിസ്ഥാനപരമായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കണം. അതുകൊണ്ട് അവർക്ക് ഒരു ദൈവശാസ്ത്രപരമായ നിലയിൽ പെന്തിക്കോസ്തിനെ ഒരു ഡീവിയേറ്റഡ് ഗ്രൂപ്പായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം ദൈവശാസ്ത്രപരമായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ അക്സെപ്റ്റിംഗ് ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് ദ മെയിൻ ലൈൻ തിയോളജി. പിന്നീട് അത് വേദപുസ്തക കേന്ദ്രീകൃതമായ ഒരു ഉപദേശമാണ്. അതുകൊണ്ട് ഓപ്പണാണ്. മറ്റുള്ള സഭകൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം, ഞാനിപ്പോൾ ഒരു പാരമ്പര്യ സഭയിൽ ചെന്നിട്ട് ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് പറയും, വേദപുസ്തകം അങ്ങനെയൊക്കെ പഠിപ്പിക്കും, പക്ഷേ ഞങ്ങൾ ഉപദേശം ഇതാ. പെന്തിക്കോസ്തുകാരൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഇതിൻ്റെ പിതാക്കന്മാര് ഈ ഉപദേശം പഠിപ്പിച്ചപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞു വി ആർ ബൈബിൾ ബേസ്ഡ് എന്ന്. അതാണ് വാസ്തവത്തിൽ പെന്തിക്കോസ്തിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത്.
അതുകൊണ്ട് പുതിയ ഒരാൾക്ക് വന്നിട്ട്, ഒരു നേതാവിന് വന്നിട്ട് മാറ്റാൻ കഴിയുന്നതല്ല പെന്തിക്കോസ്ത് ഉപദേശം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഒരു നേതാവ് വന്നപ്പോൾ ഇത്രയും നാൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്, പക്ഷേ ഇന്ന് മുതൽ നമ്മൾ വിശ്വസിക്കാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. അതിനെ ചോദ്യം ചെയ്യാൻ എന്തുണ്ട്? ബൈബിൾ ബേസ്ഡ് ആയിട്ട് ചോദ്യം ചെയ്യാനായിട്ട് കഴിയും. ആ ഓപ്പൺനെസ് ആണ് പെന്തിക്കോസ്തിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത്. ആ ഓപ്പൺനെസ് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എല്ലാവരും വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയെന്ന് പറയുന്ന ഒരു ദോഷം, അത് പ്രൊട്ടസ്റ്റന്റിസത്തിലെ ഒരു പ്രത്യേകതയാണ്. പോപ്പ് പറയുന്നതിനപ്പുറത്തൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സംഘത്തിൽ നിന്നാണ് അതോറിറ്റി ഓഫ് ദ ബൈബിൾ അക്സെപ്റ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നത് ശരിയാണ്. ദോഷമുണ്ട്. പക്ഷേ ഈ ഒരു ഗുണം കിടക്കുന്നിടത്തോളം കാലം ആർക്കും ഒരാൾക്ക് കയറി ഇതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവർ മുഖ്യധാര പെന്തിക്കോസ്ത് അനുഭവത്തിൽ നിന്ന് മാറി നിന്നാലേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ഒരാൾ മാറിയിട്ട് ഏതെങ്കിലും ഒരു ഉപദേശം സ്പെസിഫിക് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെയാണ്, എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, കുഞ്ഞെ നിനക്ക് അനുഭവപ്പെട്ട് കിട്ടിയതും വെളിപ്പെട്ട് കിട്ടിയതും അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പണി നോക്കിക്കോ, ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് ബൈബിൾ ബേസ്ഡ് അല്ലാത്ത ഒരു ഉപദേശത്തിന് പെന്തിക്കോസിലേക്ക് കടന്നുകൂടാനായിട്ട് ബുദ്ധിമുട്ട്. കടന്നുകൂടിയാൽ അവരത് പെന്തിക്കോസാന്ന് പറയുമായിരിക്കും. പക്ഷേ മെയിൻ ലൈൻ ചർച്ചസിൽ അല്ലെങ്കിൽ മെയിൻ ലൈൻ ചർച്ചസ് ഫോളോ ചെയ്യുന്ന ഉപദേശം ബൈബിൾ ബേസ്ഡ് ആയതുകൊണ്ട് അതിന് വിപരീതമായ എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള ഓപ്പൺനെസ് നമുക്കുണ്ട്. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് കിടക്കുകയാണ്. അതില്ലാതെ ആയാൽ ഞാൻ പെന്തിക്കോസിൽ കാണത്തില്ല. അതുള്ളിടത്തോളം കാലമേ എനിക്ക് പെന്തിക്കോസ് നിൽക്കാൻ പറ്റുള്ളൂ. കാര്യം ഏതെങ്കിലും ഒരു ലീഡർ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിന് അപ്പുറത്തായിട്ടൊരു കാര്യം പഠിപ്പിച്ചിട്ട് ഇതാണ് സത്യം, ഇത് വിശ്വസിച്ചേ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. ആ ഓപ്പൺനെസ് അത് കിടക്കുന്നത് ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് അതും ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നിലനിൽപ്പില്ല. കാര്യം പെന്തിക്കോസ്ത് എന്ന് പറയുന്നത് എന്തിൽ മാത്രം, വേദപുസ്തക ഉപദേശങ്ങളിൽ മാത്രമേ ആളുകൾക്ക് അതുകൊണ്ടാണല്ലോ പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ വേദപുസ്തകം വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ആ ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ബൈബിൾ ബേസ്ഡ് മെയിൻ ലൈൻ ചർച്ചായിട്ട് രൂപപ്പെട്ടു, പെന്തിക്കോസ് രൂപപ്പെട്ടു എന്നുള്ളതാണ് നമുക്കുള്ള ഒരു വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം പെന്തിക്കോസുകാർക്ക് അനുഭവങ്ങൾ മാത്രമല്ല, വചന കേന്ദ്രീകൃതമായ ഒരു ഉപദേശവുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് പെന്തിക്കോസ് എന്ന് ചോദിച്ചാൽ, നവീകരണത്തിൻ്റെ ഉപദേശവും റിഫോമേഴ്സിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച നവീകരണത്തിൻ്റെ ഉപദേശവും റിവൈവൽ നായകരായിരുന്നവരിൽ നിന്ന് സ്വീകരിച്ചതായ ഉണർവിൻ്റെ ഉപദേശവും മെത്തോഡിസം പോലെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ മൊത്തമായിട്ട് എടുക്കുകയല്ല, അതിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നവീകരണത്തിൻ്റെയും ഉണർവിൻ്റെയും ശിക്ഷണമുള്ള ഒരു ഡിസിപ്ലിൻഡ് ജീവിതത്തിൻ്റെയും വേർപാടിൻ്റെയും ഫണ്ടമെന്റലിസത്തിൻ്റെയും, അതായത് വചനത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാത്ത നിലപാടിൻ്റെയും വിശുദ്ധിയുടെയും അപ്പോസ്തോലിക അനുഭവത്തിൻ്റെയും ആത്മനിറവിൻ്റെ ജീവിതത്തിൻ്റെയും ഒരു കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് പെന്തിക്കോസ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടാണ് പെന്തിക്കോസ്. ഇതിനെ ഒരിക്കലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ നമ്മുടെ സഭകളിൽ പരിശ്രമിച്ചാൽ, സഭകളിൽ ധാരാളം ആളുകൾ അതിനകത്ത് ഉപദേശം മാത്രമല്ല, ഈ പറഞ്ഞ ഉപദേശങ്ങൾ, വിശുദ്ധി, അപ്പോസ്തോലിക അനുഭവം, അതിനെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. ഉപദേശം മാത്രം പോരാ, ആത്മനിറവിൻ്റെ ജീവിതം, ഇതെല്ലാം കൂടെ കൂടുമ്പോഴേ പെന്തിക്കോസ് ആകുന്നുള്ളൂ. വളരെ സൗണ്ടായിട്ടുള്ള ഒരു ഡോക്ട്രിൻ കൊണ്ട് മാത്രം ഒരാൾ പെന്തിക്കോസുകാരനാകത്തില്ല. അങ്ങനെ ചിന്തിക്കരുത്. നല്ലൊരു ഡോക്ട്രിൻ ഉണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റിസ്റ്റ് ആകാനായിട്ട് പറ്റുമായിരിക്കും, ഒരു വേർപെട്ട സംഘത്തിൻ്റെ അംഗമാകാൻ പറ്റുമായിരിക്കും. പക്ഷേ നല്ലൊരു ഉപദേശം കൊണ്ട് മാത്രം ഒരാൾക്ക് എന്താകാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്ന പോലെ പെന്തിക്കോസ്തുകാരനാകണമെങ്കിൽ അവൻ എന്തും കൂടെ വേണം. അതിൻ്റെ കൂട്ടത്തിൽ അപ്പോസ്തോലികമായ അനുഭവം വേണം, ആത്മനിറവിൻ്റെ ജീവിതം വേണം. ഇങ്ങനെ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ദശകങ്ങളിൽ പെന്തിക്കോസ്ത് വളരെ പ്രസക്തമായ ഉപദേശ അടിത്തറയുള്ള അനുഭവമുള്ള ഒരു ഗ്രൂപ്പായിട്ട് വളർന്നു വരുമ്പോഴാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ നമ്മുടെ ഈ പെന്തിക്കോസ്തിൻ്റെ ഉപദേശത്തെയും അപ്പോസ്തോലിക അനുഭവത്തെയും ജീവിതത്തെയും, ഉപദേശത്തെയും അനുഭവത്തെയും ജീവിതത്തെയും ഒന്നിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കട്ട് ചെയ്ത് മാറ്റാനായിട്ട് കഴിയത്തില്ല. ഞാൻ ഈ പറയുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന് ഈ അനുഭവത്തിൻ്റെ ലെവലിൽ മാത്രം നിൽക്കുന്ന പല ആധുനിക അല്ലെങ്കിൽ പുതിയ സഭകളുമുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ ഡീവിയേഷനാണ്.
ഏതെങ്കിലും ഒന്നിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഡീവിയേഷനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പെൻഡുലത്തിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുന്നതല്ല പെന്തിക്കോസ് എന്ന് പറയുന്നത്. എന്ത്? അതിനൊരു നിയന്ത്രിതമായ ഒരു നിയതമായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു ഡോക്ട്രിനൽ സ്റ്റാൻഡ് ഉണ്ട്. ഡോക്ട്രിൻ മാത്രം എടുത്ത ഒരാൾക്ക് പെന്തിക്കോസുകാരനാകാൻ പറ്റത്തില്ല, അനുഭവം മാത്രം എടുത്ത ഒരാൾക്ക് പെന്തിക്കോസുകാരനാകാൻ പറ്റത്തില്ല, ജീവിതം മാത്രം എടുത്ത ഒരാൾക്ക് പെന്തിക്കോസുകാരനാകാൻ പറ്റത്തില്ല. ഡോക്ട്രിനും അനുഭവവും ജീവിതവും ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഈ പെന്റിക്കോസ്റ്റൽ ലെവലിലേക്ക് വരാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം, നമ്മൾ മനസ്സിലാക്കണം. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നം എന്താണ്? പ്രത്യേകിച്ചും കത്തോലിക്ക സഭ പോലെയുള്ള പാരമ്പര്യ സഭകളിൽ നിന്നാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ഈ പാരമ്പര്യ സഭകളുടെ ഒരു പെന്തിക്കോസ്ത് അനുകരണമാണ് ശരിക്കും കരിസ്മാറ്റിക് മുന്നേറ്റം എന്ന് പറയുന്നത്. നമ്മൾ കത്തോലിക്കരെ അനുകരിക്കുന്നതല്ല, കത്തോലിക്കർ ആരെ അനുകരിക്കാൻ തുടങ്ങി? ഇവിടെ എല്ലാവരും അനുകരിക്കാനാണ് ഇപ്പം നോക്കുന്നത്. പാരമ്പര്യ സഭകളെ അനുകരിക്കാനാണ് ഇന്ന് പെന്തിക്കോസ്ത് സഭകൾ നോക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കരിസ്മാറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ കത്തോലിക്കരായ ആളുകളുടെ പെന്തിക്കോസ്ത് അനുകരണമാണ്. പക്ഷേ പെന്തിക്കോസ്ത് അനുകരണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ അനുകരിക്കാൻ തയ്യാറാകുന്നത് തന്നെ എന്തുകൊണ്ടാണ്? 5-6 ദശകങ്ങൾ കൊണ്ട് പെന്തിക്കോസ്തുകാരെ അത്രയ്ക്കും സ്വാധീനമുള്ളവരായി തീർന്നത് കൊണ്ടാണല്ലോ. നമ്മൾ സ്വാധീനമുള്ളവരാണല്ലോ അനുകരിക്കുന്നത്. കത്തോലിക്ക സഭ മനസ്സിലാക്കി, അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് ഇങ്ങനെ ഒരു അനുകരണം ആവശ്യമായി വന്നു. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മുഖേന എന്തുണ്ടാകുന്നു? അത്രയ്ക്കും ഇൻഫ്ലുവൻസ് വ്യക്തികളിൽ ഉണ്ടാകുന്നതിൻ്റെ, സഭകളിൽ ഉണ്ടാകുന്നതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കത്തോലിക്കർക്ക് ഒരു പെന്തിക്കോസ്ത് അനുകരണം ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് ഈ അനുകരണം തിരിച്ചുണ്ടാകരുത്. എന്താ ഉണ്ടാകേണ്ടത്? ഇങ്ങോട്ട് അവർ അനുകരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, അതൊരു നല്ല കാര്യമല്ലേ? അത്രയും വർഷങ്ങൾ കൊണ്ട് അതൊക്കെയാണല്ലോ നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഒരാൾ അനുകരിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ഒരു എന്താ എടാ കത്തോലിക്കർ പോലും പെന്തിക്കോസ്തുകാരെ അനുകരിച്ചെന്ന് പറയുന്നത് വലിയ ആനക്കാര്യമായിട്ടാണ്. ഞാൻ പറയുന്ന ആനക്കാര്യമായിട്ടല്ല. അവിടുത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരിസ്മാറ്റിക്കുകൾ അനുകരിച്ചത് പെന്തിക്കോസ്തുകാരുടെ പുറമേയുള്ള പ്രകടനങ്ങളെയാണ്, അല്ലാതെ ആന്തരികതയെ അല്ല. അതായത് പെന്തിക്കോസ്തുകാരുടെ അനുഭൂതിയുടെ തലങ്ങളാണ് അവരനുകരിച്ചത്, അല്ലാതെ പെന്തിക്കോസ്തിൻ്റെ ഉപദേശത്തെ അവരനുകരിച്ചില്ല, പെന്തിക്കോസ്തിൻ്റെ ജീവിതത്തെ അനുകരിച്ചില്ല. പെന്തിക്കോസ്തിൻ്റെ അനുഭൂതികളെ, അനുഭവങ്ങളെ എന്ന് പോലും പറയുന്നത് ശരിയല്ല, പെന്തിക്കോസ്തിൻ്റെ അനുഭൂതികളെയാണ് അവർ അനുകരിച്ചത്. കാരണം അവർ നോക്കിയപ്പോൾ കണ്ടത് ഈ അനുഭൂതികൾ മാത്രമാണ്. അതാണ് പെന്തിക്കോസ്തുകാരുടെ പ്രശ്നം. 60 കൊല്ലം കൊണ്ട് പെന്തിക്കോസ്തുകാർ അവരെ മനസ്സിലാക്കിയത് ഞങ്ങൾ അന്യഭാഷ പറയുന്നവരാണെന്നാണ്. അതിനപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ ശരിക്കും കഴിഞ്ഞിരുന്നെങ്കിൽ അവർ നമ്മളെ അനുകരിക്കാൻ പരിശ്രമിക്കത്തില്ലായിരുന്നു. കാര്യം അന്യഭാഷ അനുകരിക്കാൻ പറ്റും, ഉപദേശവും ജീവിതവും അനുകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷയും കൃപാവരങ്ങളുടെ പ്രകാശനങ്ങളും എന്നാണ് കത്തോലിക്കർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ അന്യഭാഷയും കൃപാവരങ്ങളും ഒക്കെ അവരുടെ സഭയോട് ചേർത്തു. വ്യത്യാസമൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ പറഞ്ഞല്ലോ, പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തിക്കോസ്ത് ഉപദേശം, അപ്പോസ്തോലിക അനുഭവം, ആത്മനിറവിൻ്റെ ജീവിതം. ഈ ഉപദേശവും അനുഭവവും ജീവിതവും ഇതിൽ ഏതെങ്കിലും ഒന്നിനെ മുറിച്ചു മാറ്റിയാൽ പിന്നെ പെന്തിക്കോസ് ഇല്ല. അതുകൊണ്ട് കരിസ്മാറ്റിക്കുകൾ അവർ ചെയ്തത് കത്തോലിക്ക ഉപദേശത്തെ, കത്തോലിക്ക ജീവിതത്തെ പെന്തിക്കോസ് അനുഭവത്തോട് അല്ലെങ്കിൽ അനുഭൂതിയോട് ചേർത്ത് വെച്ചു. അപ്പോഴും അവരുടെ ഉപദേശം കത്തോലിക്ക സഭയുടെ ഉപദേശമാണ്, അവരുടെ ജീവിതം കത്തോലിക്ക സഭയുടെ ജീവിതമാണ്. പിന്നെ പെന്തിക്കോസുകാർ പ്രകാശിപ്പിച്ചതായ ആത്മവരവിൻ്റെ പ്രകാശനങ്ങൾ അല്ലെങ്കിൽ പ്രകടനങ്ങൾ അതുകൂടെ അവരൊന്ന് ആഡ് ചെയ്തു വെച്ചു. അത്രേ ഉള്ളൂ കരിസ്മാറ്റിക് എന്ന് പറയും. അല്ല, കരിസ്മാറ്റിക് കൊണ്ട് വേറെ ഒരു രീതി നമുക്കതിനെ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് പെന്തിക്കോസ്ത് അല്ല. കാരണം പെന്തിക്കോസ്തിന് ഒരു ഉപദേശമുണ്ട്, ഒരു ഡോക്ട്രിനുണ്ട്. അത് ആ ഉപദേശമാണ് അതിൻ്റെ അടിത്തറ. പെന്തിക്കോസ്തിന് ഒരു അപ്പോസ്തോലിക അനുഭവമുണ്ട്. ആ അനുഭവമാണ് പെന്തിക്കോസ്തിൻ്റെ ജീവിതത്തിനുള്ള ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഉപദേശത്തിൻ്റെ അടിത്തറയിൽ അനുഭവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുന്നതാണ് പെന്തിക്കോസ്ത് എന്ന് പറയുന്നത്. ഉപദേശത്തിൻ്റെ അടിത്തറയിൽ അനുഭവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുന്നതാണ് പെന്തിക്കോസ്ത്. ഈ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ വ്യത്യാസം. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരാൾ പെന്തിക്കോസാണെന്ന് പറയാൻ പറ്റത്തില്ല. ഉപദേശവും ജീവിതവും വിട്ട് അനുഭവത്തെ അനുകരിക്കുന്ന കത്തോലിക്ക പെന്തിക്കോസിന് യഥാർത്ഥ പെന്തിക്കോസുമായിട്ട് ബന്ധമൊന്നുമില്ല. ഉപദേശവും ജീവിതവും
വിട്ടിട്ട് അനുഭവത്തെ അനുകരിക്കുന്ന ഒരു കാത്തലിക് പെന്റിക്കോസ്റ്റൽസ്, ദേ കോൾ ദം കാത്തലിക് പെന്റിക്കോസ്റ്റൽസ്. പക്ഷേ അതിനെന്തില്ല, യഥാർത്ഥത്തിലുള്ള പെന്തിക്കോസുമായിട്ട് ബന്ധമൊന്നുമില്ല. ഉപദേശത്തിന്റെ അടിത്തറ എന്ന് പറയുമ്പോഴേക്ക് അതൊരു ചെറിയ കാര്യമല്ല. നൂറ്റാണ്ടുകളായിട്ട് ദൈവസഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുത്തിയ എല്ലാ നവീകരണത്തിൻ്റെയും അന്തിമമായി അതിൻ്റെ മെച്ചപ്പെട്ടതെല്ലാം കൂടെ ചേർത്തെടുത്തതാണ് പെന്തിക്കോസ് ഉപദേശം. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ലെവലിൽ നിന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ആളുകൾ വളർത്തിയെടുത്ത ഉപദേശത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലെങ്കിൽ അപ്പോസ്തോലികതയിൽ നിന്ന് പിന്മാറിപ്പോയ മറ്റൊരു ഉപദേശത്തോടു കൂടെ അനുഭൂതികളൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിനെ ലിങ്ക് ചെയ്യാനായിട്ട് നമുക്കൊരിക്കലും കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഏത് ഉപദേശത്തെ സ്വീകരിച്ചാലും കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. വിചാരമില്ലാതെ നിൻ സ്വരം കേൾക്കാതെ പാപത്തിൻ വലയിൽ വീഴുമ്പോൾ, വീണ്ടു വിചാരമില്ലാതെ നിൻ സ്വരം കേൾക്കാതെ പാപത്തിൻ വലയിൽ വീഴുമ്പോൾ, നിൻ ശക്തിയാൽ എന്നെ നയിക്കണേ, നിൻ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണേ, നിൻ ശക്തിയാൽ എന്നെ നയിക്കണേ, നിൻ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. എന്നിൽ നിറഞ്ഞിടാൻ, ഭക്തിയുള്ളിൽ വളർന്നിടാൻ, യേശുവെ അറിഞ്ഞു ജീവിക്കാൻ. ശക്തി എന്നിൽ നിറഞ്ഞിടാൻ, ഭക്തിയുള്ളിൽ വളർന്നിടാൻ, യേശുവെ അറിഞ്ഞു ജീവിക്കാൻ. ആത്മാവേ നീ വന്നിടണേ, നിന്നാത്മശക്തി എന്നിൽ ചൊരിയണമേ. ആത്മാവേ നീ വന്നിടണേ, നിന്നാത്മശക്തി എന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ,
നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ.